ഹായ് ഗായ്സ്, അപ്പോൾ ഇനി 2 ദിവസമായിട്ട് പാച്ചോറ് തിന്നാൻ ഭയങ്കര മോഹമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുക്കളയിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ആട്ടോ എടുക്കുന്നത്. അപ്പോൾ 1.5 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇട്ടിട്ട് കഴുകിയിട്ട് നമ്മളൊരു കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വേവാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്കൊരു കലത്തിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ഇട്ടിട്ട് പാനിയാവാൻ വേണ്ടി വെക്കാം. ആ സമയം ആകുമ്പോഴേക്കും അതവിടെ നിന്ന് ആവുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് വേണ്ട ഒരു ഇടികല്ലിലേക്ക് ജീരകവും ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ആ വെന്തിരിക്കുന്ന ആ അരിയിലേക്ക് ചോറിലേക്ക് നമ്മുടെ ഈ ശർക്കര പാനി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം ഏലക്ക ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനിയിപ്പോൾ ഇത് കണ്ട നന്നായിട്ട് വറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് നെയ്യിൽ കാഷ്യോ അണ്ടിപ്പരിപ്പൊക്കെ കൂടെ നമുക്ക് കിസ്മിസൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. പക്ഷേ കിസ്മിസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ കൊത്തിയിട്ട് അത് നെയ്യിൽ വറുത്താട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഴഞ്ഞ പരുവത്തിലാകുമ്പോൾ നമ്മുടെ പാച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇലയിൽ കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ചെന്ന് രാത്രിയിൽ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാച്ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല സെറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇലയിലേക്ക് ഇട്ടിട്ട് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കിനും ഉണ്ടൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.